ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു ഓർക്കിഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ മോഹന ഓർക്കിഡ് നഴ്സറിയിലാണ് ഉള്ളത്. ഈ നഴ്സറിയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നഴ്സറിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്ന് നമുക്ക് ഇവിടുത്തെ വേണ്ട കളക്ഷനൊക്കെ ഒന്ന് കാണാം. അതിൻ്റെ കൂടെ ഓർക്കിഡ് ഫാമിലിയിലെ ഏകദേശം 90 സ്പീഷീസുകളിലായിട്ട് കാണുന്ന വേണ്ട ഓർക്കിഡ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെ ഇവിടെ ഇപ്പോൾ പൂക്കളായി നിൽക്കുന്ന വേണ്ട ഓർക്കിഡുകളാണ് കേട്ടോ. പല നിറങ്ങളായിട്ട് നല്ല വലുപ്പമുള്ള പൂക്കളാണ് ഇതെല്ലാം. ഇതൊക്കെ വേണ്ടയിൽ വരുന്ന ഹൈബ്രിഡ് ഇനങ്ങളാണ്. പിന്നെ ഇത് ബാസ്ക്കറ്റ് വേണ്ടകളാണ്. ഇതിൻ്റെ സീഡ്ലിങ്സ് സാധാരണ ഇതുപോലെയുള്ള ബാസ്ക്കറ്റുകളിലാണ് വരാറുള്ളത്. ചെടീനെ വേരോടുകൂടി ഇതുപോലുള്ള ചെറിയ ബാസ്ക്കറ്റിലേക്ക് ഇറക്കി വെച്ച് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള കമ്പിയിലേക്ക് അറ്റാച്ച് ചെയ്ത് ഹാങ് ചെയ്തിട്ടാൽ മാത്രം മതി. പോട്ടിംഗ് മീഡിയത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഈ സൈഡിൽ ഇപ്പോൾ പൂക്കളായിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ, ഇത്രയാണ്. ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റികൾ പല നിറത്തിലുള്ളത് ഈ നഴ്സറിയിലുണ്ട്. മോഹൻ ഓർക്കിഡ്സിലേക്ക് ഇപ്പോൾ വരാണെങ്കിൽ ഈ പൂക്കളുള്ള ചെടികൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. അതുപോലെ വേണ്ട ഓർക്കിഡ്സിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ സീഡ്ലിങ്സ് വാങ്ങി വെച്ചാൽ ഒരുപാട് നാൾ കഴിഞ്ഞാണ് അതിൽ പൂക്കൾ ഉണ്ടാവുന്നത്. ചെടി നട്ട് ഏകദേശം ഒരു വർഷത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പൂക്കൾ ഉള്ളതോ അല്ലെങ്കിൽ ബഡ്സ് വന്നതോ ആയിട്ടുള്ള ചെടികൾ വാങ്ങി വെച്ചാൽ പൂക്കൾക്ക് വേണ്ടിയിട്ട് അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. മാത്രമല്ല പുതിയ സ്പൈക്കുകൾ വന്നിട്ട് തുടർച്ചയായിട്ട് കൂടുതൽ പൂക്കൾ കിട്ടുകയും ചെയ്യും. 2 മാസത്തിൽ കൂടുതൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പൂക്കളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നുള്ളൊരാശങ്കയും വേണ്ട. ഇപ്പോൾ ഇവിടെയുള്ള ബാസ്ക്കറ്റ് വേണ്ടകളെല്ലാം മിക്കതും ബ്ലൂമിങ് സൈസിലുള്ളതാണ്. ബഡ്സ് വന്നതും പൂക്കളുള്ളതും എല്ലാം ഒരുപാടുണ്ട്. ബാസ്ക്കറ്റ് വേണ്ടയിൽ തന്നെ 2 തരം വേണ്ടകൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഈ പൂക്കളായി നിൽക്കുന്നതൊക്കെ ചെറിയ ഇനങ്ങളാണ്. അതായത് വളരെ ചെറിയ ഹൈറ്റിൽ മാത്രമേ ഇതൊക്കെ വളരാറുള്ളൂ. ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി ഹൈറ്റിൽ വരുന്ന ഹൈബ്രിഡ് ഇനങ്ങളും ഇവിടെ ഉണ്ട്. അതിൽ വരുന്ന പൂക്കളിലും വ്യത്യാസം കാണും. ചിലതൊക്കെ മിക്കതും നല്ല വലുപ്പത്തിലുള്ള പൂക്കളാണ്. അതുപോലെ ഓരോ സ്പൈക്കിലും ബെഞ്ചസ് ആയിട്ടാണ് ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ ബാസ്ക്കറ്റ് വേണ്ടകൾ ഹാങ് ചെയ്തിട്ടിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ താഴെ അറ്റാച്ച് ചെയ്ത് വളർത്തിയിട്ടുള്ള കുറേ ചെടികളുണ്ട്. അത് ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്. പൂക്കൾക്കും നല്ല വലുപ്പമുള്ള, ഇതിനേക്കാളും വലുപ്പമുള്ള പൂക്കളുള്ള വേണ്ടകളാണ്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓർക്കിഡ് വളർത്തലിന് തുടക്കം കുറിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ട വെറൈറ്റീനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവും. അതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്, അതിന് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത്, കെയറിങ്, ഇതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം. ഹോർട്ടിക്കൾച്ചറിൽ വളരെ പ്രാധാന്യമുള്ളൊരു ഓർക്കിഡ് വെറൈറ്റിയാണ് വേണ്ട. അതിമനോഹരമായ പൂക്കളാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ പൂക്കൾക്ക് നല്ല വലുപ്പം ഉണ്ടായിരിക്കും. കട്ട് ഫ്ലവർ മാർക്കറ്റിൽ വളരെ ഡിമാൻഡാണ് ഈ പൂക്കൾക്ക്. വളരെ ഷോയി ആയിട്ടുള്ള ലോങ് ലാസ്റ്റ് ചെയ്യുന്ന കളർഫുൾ ഫ്ലവേഴ്സാണ് ഇതിൻ്റെ പ്രത്യേകത. വേണ്ട ഓർക്കിഡുകൾ മോണോപോഡിയൽ ഓർക്കിഡുകളാണ്. അതായത് അവ ഒരു സിംഗിൾ സ്റ്റെം ആയിട്ട് വളരുന്നു. അൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ലീവ്സാണ് അതിനുള്ളത്. ഇലകളുടെ ഒരു ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട ഓർക്കിഡിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ വാച്ചിൻ്റെ സ്ട്രാപ്പ് പോലെ നല്ല വീതിയുള്ള ഇലകളായിട്ട് വരുന്നത് സ്ട്രാപ്പ് ലീഫ് വാൻഡ എന്നാണ് അതിന് പറയുക. അതുപോലെ വളരെ നേരോ ആയിട്ടുള്ള ലീവ്സായിട്ട് വരുന്ന വേണ്ടകളുണ്ട്. അതിനെ ടെറേറ്റ് വാൻഡ എന്നാണ് പറയുക. അതിനെ നമ്മൾ പെൻസിൽ വേൻഡ എന്നും വിളിക്കാറുണ്ട്. പിന്നെ സെമി ടെറേറ്റ് വേണ്ടയുണ്ട്. ഇതിൻ്റെ രണ്ടിലും ഇടയിൽ വരുന്ന ലീവ്സുള്ള വേൻഡാസാണ് സെമി ടെറേറ്റ് വേണ്ടകൾ. പെൻസിൽ പോലെ നീണ്ട ഇലകളായിട്ട് വരുന്നതുകൊണ്ടാണ് ഈ ടെറേറ്റ് വേണ്ടകളെ പെൻസിൽ വേൻഡാസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള വേണ്ടകൾ ഇവിടെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഈ ലീവ്സൊക്കെ ഇപ്പോൾ അത്യാവശ്യം വീതിയിൽ വരുന്ന സ്ട്രാപ്പ് ലീഫ് വേണ്ടയിൽ പെടുന്ന വേണ്ടകളാണ് ഇതൊക്കെ. ഇതാണ് ടെറേറ്റ് വേണ്ട. ടെറേറ്റ് വേണ്ടയുടെ ഇല കണ്ടോ, നല്ല നീളത്തിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇല മുഴുവനായിട്ടും വിടരാതെ ഒരു പെൻസിൽ ഷേപ്പിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള വേണ്ടകളെയാണ് ടെറേറ്റ് വേണ്ട എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ താഴെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പൂക്കൾ ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല വലുപ്പത്തിലുള്ള പൂക്കളാണ്. അതുപോലെ ഈ ടെറേറ്റ് വേണ്ടയുടെ റൂട്ട്സ് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ കണ്ട ബാസ്ക്കറ്റ് വേണ്ടയുടെ റൂട്ട് പോലെയല്ല ഇതിൽ വന്നിട്ടുള്ളത്. നല്ല വലുപ്പത്തിലും
നീളത്തിലുള്ള റൂട്ട്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. നല്ല വലുപ്പത്തിൽ നിറയെ റൂട്ട്സ് അല്ല, എണ്ണം കുറവാണ്, റൂട്ട്സിൻ്റെ എണ്ണം കുറവാണ്. ഇപ്പം ഞാൻ കാണിച്ചത് മേലെ ലീവ്സിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള റൂട്ടുകളാണ്. ഇതിൻ്റെ അടിയിലെ റൂട്ടുകൾ കണ്ടോ? ഇതിങ്ങനെ ഒരു വലിയ ചട്ടിയിൽ ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് ഒരു പൈപ്പ് ഫിറ്റ് ചെയ്ത് അതിൽ തന്നെ ഒരു ചെറിയ ചട്ടിയിൽ ചെടി വെച്ച് അതിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇതിലും പോട്ടിംഗ് മീഡിയ ആയിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. ചട്ടിയിലേക്ക് നേരെ ചെടീനെ ഇറക്കി വെച്ചിട്ടാണ് വളർത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പൂക്കളുടെ അടിയിലായിട്ട് കണ്ടോ വേറൊരു സ്പൈക്ക് ഉണങ്ങി നിൽക്കുന്നത് കാണാം. ഇതിലിപ്പോൾ തുടർച്ചയായിട്ട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്പൈക്ക് വന്ന് പൂക്കളുണ്ടായി, അത് കൊഴിഞ്ഞതിന് ശേഷം അടുത്ത പുതിയ പൂക്കൾ ഉണ്ടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ബാസ്ക്കറ്റ് വേണ്ടകളുടെ റൂട്ടൊക്കെ ഒന്ന് നോക്കാം. അത് നമുക്ക് കണ്ടാലേ വ്യത്യാസം മനസ്സിലാവും. ഇത് കണ്ടോ, ഒരു കൂട്ടം ഏരിയൽ റൂട്ട്സ് താഴേക്ക് വളർന്നിട്ട് ഇതിലൂടെയാണ് ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത്. ഈ വേരുകൾ നോക്കിയാൽ നമുക്ക് ഈ ചെടി എത്രത്തോളം ഹെൽത്തി ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇടതൂർന്ന വേരുകൾ ഇതുപോലെ ഗ്രീനിഷ് വൈറ്റ് കളറിൽ ഉള്ള വേരുകളാണെങ്കിൽ ചെടി വളരെ ഹെൽത്തി ആയിരിക്കും. അതുപോലെ ഈ വേരുകൾക്ക് പറ്റുന്ന കേടുപാടുകൾ ചെടീനെ വളരെ ദോഷമായിട്ട് ബാധിക്കും. പൂക്കൾ ഉണ്ടാകുന്നതിനൊക്കെ വേരുകൾക്ക് സംഭവിക്കുന്ന കേടുപാടുകൾ ഒരു തടസ്സമായി തീരാറുണ്ട്. വാൻഡ ഓർക്കിഡ്സ് വളർത്തുമ്പോൾ വേരിന് കേടുപാടുകൾ പറ്റാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിലിപ്പോൾ കണ്ടോ, ഒരുപാട് വേരുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഈ ചെടികളെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. എല്ലാം തന്നെ പൂക്കളായിട്ട് നിൽക്കുന്നതുമാണ്. ഡയറക്റ്റ് സൺലൈറ്റ് എല്ലാ ഓർക്കിഡുകളെയും പോലെ വാൻഡയ്ക്കും അത്ര നല്ലതല്ല. ഇലകളൊക്കെ കേടാവാൻ സാധ്യതയുണ്ട്. മഴയൊന്നും ഈ വാൻഡ ഓർക്കിഡ്സിനൊരു പ്രശ്നമല്ല. മഴയത്തും വളരെ ഹെൽത്തി ആയിട്ട് വളരും. പിന്നെ പോട്ടിംഗ് മീഡിയം ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളമെല്ലാം വാർന്നു പൊക്കോളും. ചെടി പോട്ട് ചെയ്യാനും എളുപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ബാസ്ക്കറ്റിലേക്ക് ഇറക്കി വെച്ച് സപ്പോർട്ട് കൊടുത്ത് വളർത്താം. അതുപോലെ ഇതിന് വേനൽക്കാലത്ത് ദിവസം 2-3 തവണ നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. പോട്ടിംഗ് മീഡിയ ഇല്ലാത്തതുകൊണ്ട് ഈർപ്പം തങ്ങി നിൽക്കാനുള്ള സാഹചര്യം ഇല്ല. അതുകൊണ്ട് മിനിമം 2 നേരമെങ്കിലും നന്നായി ഇലയും വേരും ഉൾപ്പെടെ നനച്ചു കൊടുക്കണം. പോട്ടിംഗ് മീഡിയ ഇല്ലാത്തതുകൊണ്ട് ആഴ്ചയിൽ ഫെർട്ടിലൈസേഴ്സും കൊടുക്കണം. മറ്റു ഓർക്കിഡുകൾക്ക് കൊടുക്കുന്ന എല്ലാ ഫെർട്ടിലൈസേഴ്സും ഇതിനും കൊടുക്കാം. വേനൽക്കാലത്ത് ജൈവവളങ്ങൾ കൊടുക്കാം, മഴക്കാലത്ത് രാസവളങ്ങൾ മാത്രം മതി. ഗ്രോത്തിനുള്ളതും ഫ്ലവറിങ്ങിനുള്ളതും ഇടവിട്ട് ലീവ്സിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. വളരെ സ്ലോ ആയിട്ട് വളരുന്ന ഒരു ഇനമാണ് വാൻഡ. അതുകൊണ്ട് തന്നെ പൂക്കൾ ഉണ്ടാവാൻ കുറച്ച് സമയമെടുക്കും. പൂക്കൾക്ക് നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് കുറച്ച് വില കൂടിയ ഒരു ഓർക്കിഡ് വെറൈറ്റി കൂടിയാണ് വാൻഡ ഓർക്കിഡ്. ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെച്ചറായ പ്ലാന്റ്സിൻ്റെ അടിയിൽ നിന്നും പുതിയ തൈകൾ മുളച്ച് വരാറുണ്ട്. പുതിയ തൈകളിൽ വേര് വന്നതിന് ശേഷം വേരോടുകൂടി കട്ട് ചെയ്തിട്ട് പുതിയ ചട്ടിയിലേക്ക് നടാം. അതുപോലെ മൊക്കാറ, രണാന്ധ്ര ഈ ഓർക്കിഡുകളൊക്കെ ചെയ്യുന്ന പോലെ മുകളിൽ 2-3 റൂട്ട്സൊക്കെ വന്ന സ്ഥലത്തു നിന്ന് കട്ട് ചെയ്ത് നടുന്ന രീതി അത് വാൻഡയിൽ ശരിയാവാറില്ല. ചെടിയുടെ അടിഭാഗത്തു നിന്ന് തന്നെ അത്യാവശ്യം റൂട്ടോട് കൂടി കട്ട് ചെയ്തെടുത്തിട്ടാണ് പുതിയ ചെടിയായിട്ട് വളർത്താറുള്ളത്. കട്ട് ചെയ്തെടുക്കുന്ന ഭാഗത്ത് ഫംഗിസൈഡ് പുരട്ടാൻ ശ്രദ്ധിക്കണം. കട്ട് ചെയ്തെടുത്ത ചെടി ചട്ടിയിലോ നിലത്തോ ഒരു സപ്പോർട്ട് കൊടുത്ത് കെട്ടിക്കൊടുക്കണം. പിന്നെ കട്ട് ചെയ്തെടുത്ത മദർ പ്ലാന്റിൽ പുതിയ മുളകൾ വന്ന് അതും പുതിയൊരു ചെടിയായിട്ട് വളർന്നോളും. മെച്ചുറായ വാൻഡ ഓർക്കിഡ്സ് ഏത് സമയം വേണമെങ്കിലും പൂക്കാം. അതിപ്പോൾ ഒരു സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ ആ ചെടിയിൽ തന്നെ വേറെയും സ്പൈക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് പൂക്കൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പൂക്കൾ ഉണ്ടാവാൻ ഇന്ന സമയമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും പൂക്കൾ ഉണ്ടാവാം. വാൻഡ ഓർക്കിഡിനോട് വളരെ സാമ്യമുള്ള ഓർക്കിഡുകളാണ് മൊക്കാറ, രണാന്ധ്ര, അരാൻഡ. ഇതൊരു മൊക്കാറ ഓർക്കിഡാണ്. അതിൻ്റെ ലീഫ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വാൻഡ ഓർക്കിഡിൻ്റെ ലീഫ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ വരാനുള്ളൊരു കാരണം നമ്മുടെ വാൻഡ ഓർക്കിഡ് മറ്റ് ഓർക്കിഡുകളുമായി ക്രോസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഇനങ്ങളാണ് മൊക്കാറ, അരാൻഡ, രണാന്ധ്ര ഈ ഓർക്കിഡുകളെല്ലാം. അതുകൊണ്ട് തന്നെ പൂക്കളുടെ കാര്യത്തിലായാലും ഇലകളുടെ കാര്യത്തിലായാലും വാൻഡ ഓർക്കിഡിനോട് വളരെയധികം സാദൃശ്യമുണ്ട് ഈ ഓർക്കിഡുകൾക്കെല്ലാം. അതുപോലെ തന്നെ വാൻഡ ഓർക്കിഡിൽ തന്നെ ഇപ്പോൾ പല വെറൈറ്റികളുണ്ട്. പുതിയ ഹൈബ്രിഡ് വെറൈറ്റികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പല വലുപ്പത്തിലുള്ളത്, പൂക്കളുടെ നിറം, പൂക്കളുടെ വലുപ്പം, ഇതൊക്കെ ഹൈബ്രിഡൈസേഷൻ വഴി പലതരത്തിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില വാൻഡ വെറൈറ്റികൾ കണ്ടാൽ നമുക്കറിയാം നല്ല വലുപ്പമുള്ള പൂക്കളായിരിക്കും. ചിലതിലാണെങ്കിൽ പൂക്കളുടെ എണ്ണം കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ പലതരത്തിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ചെടികളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഈ കാണുന്ന ബാസ്ക്കറ്റ് വാൻഡകൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ആദ്യം കണ്ട വാൻഡകളെക്കാളും കുറച്ചും കൂടെ സൈസ് വലുതാണ്.
മറ്റേതിനേക്കാൾ കുറച്ചും കൂടി ഹൈറ്റ് വയ്ക്കുന്നൊരു ഇനാണിത്. ഇത് വേണ്ട ഹൈബ്രിഡ് ബിഗ് സൈസിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വേണ്ട ഓർക്കിഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത്. മോഹന ഓർക്കിഡ്സിലെ ഈ വേണ്ട കളക്ഷൻ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വേണ്ടയുടെ ഒരുപാട് വെറൈറ്റികൾ ഇവിടെ ഉണ്ട്. ഒരുപാട് പൂക്കളുണ്ട്, മെച്ചർ പ്ലാന്റ്സ് ഉണ്ട്, സീഡ്ലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി നോക്കി സെലക്ട് ചെയ്യാനും സാധിക്കും. വേണ്ട ഓർക്കിഡ്സ് വളരെ സ്ലോവിലാണ് വളരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. സീഡ്ലിങ്സ് ഒക്കെ നട്ട് കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് ഒരുപാട് സമയം പിടിക്കും. ഇവിടെ ഒരുപാട് മെച്ചർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ മെച്ചർ പ്ലാന്റ്സ് വാങ്ങുന്നതാണ് കൂടുതൽ നല്ലത്. വേണ്ട ഓർക്കിഡ് വെറൈറ്റിയെക്കുറിച്ചുള്ള ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.